കേരളത്തിൻ്റെ എല്ലാ മലയാള ചാനലിലെ മക്കളുമാർക്കും ഒരു ഹൈ. അതുപോലെ കേരളത്തിലെ ചാനലിലെ മക്കളുമാരെ നമ്മുടെ മക്കളുമാർ പഠിച്ചിറങ്ങിയതും ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളുമാരൊക്കെ എത്രയോ മക്കളുമാരാണെന്നറിയോ. ജോലി കിട്ടാണ്ടും പല രീതിയിലും മയക്കുമരുന്നിലും കഞ്ചാവിലും പിന്നെ പല രീതിയിലും വിഷമിച്ചും കഷ്ടപ്പെട്ടും എത്രയോ മക്കളുമാരാ ജീവിതമായാലും ജീവനായാലും നഷ്ടപ്പെട്ടത്. ഇവിടെ കേരളത്തിലെ ഒരുപാട് മക്കളുമാരാണ്. ഓരോ അമ്മമാരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഒരു നിമിഷം കൊണ്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ കാശുള്ളവർക്ക് രണ്ടും മൂന്നും ബിൽഡിങ്ങും വീടുകളുമാണ്. അതിലെ സംസ്ഥാനക്കാർക്ക് വാടക കൊടുക്കാനായാലും പണിസാധനങ്ങൾ വെക്കാനായാലും ഒരു വിഷമമില്ലാണ്ട് കൊടുക്കും. നമ്മുടെ ആൾക്കാർ വാടകയ്ക്ക് വേണ്ടി നടന്ന് ചോദിച്ചാൽ പോലും കൊടുക്കില്ല, പൂട്ടിയിട്ടാൽ പോലും കൊടുക്കില്ല. എന്തായാലും ലക്ഷങ്ങളെ ചോദിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കളുമാർ ഇനി ഒരു മക്കളും പെരുവഴി പോകരുത്. അവർ അന്തസ്സായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി വേണം, ഇനി ജോലി വേണം. അതിന് നിങ്ങൾ നിയമിച്ചു കഴിഞ്ഞാൽ പറ്റും. നിയമ സംവിധാനങ്ങളുടെ കണ്ണിലേക്കും കാതിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓരോ കാശുള്ളവർക്കും 4-5 ബിൽഡിങ്ങും വീടും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കമ്പനികളാക്കാം. നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ കമ്പനികൾ വേണം, വ്യവസായങ്ങൾ വേണം. നമ്മുടെ മക്കളുമാർ ഇനി ഒരെണ്ണം പോലും പോകരുത്. കണ്ടില്ലേ ഓരോ രാജ്യത്തോരോ നടക്കുന്ന ദുഃഖങ്ങൾ. നമ്മുടെ നാട്ടിൽ നല്ല നാടാണ്, എല്ലാം ഉണ്ട്. നിങ്ങൾ നിയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധിക്കും. നമ്മുടെ മക്കളുമാർ സന്തോഷത്തോടെ നടക്കാനും ജീവിക്കാനും. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കേരളത്തിൽ ഒരുപാട് പേര് കാശുള്ളവർക്ക് 3-4 ബിൽഡിങ്ങും വീടുകളുമാണ്. ഓടുവരെയും വാർപ്പ് വീടും ബിൽഡിങ്ങും അതൊക്കെ വാടക കൊടുത്തേക്കോ. ഒരെണ്ണം കിട്ടിയാൽ മതി. ഒരാളുടെ ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ കമ്പനികൾ മറ്റുള്ള ഒക്കെ നമ്മുടെ കേരളത്തിൽ വേണം.